ഹായ് ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ആരെ കുളിപ്പിക്കുന്നത് നോക്കുക. ഇതാണ് കേട്ടോ നമ്മളെ പുയ്യാപ്പിള അജ്മൽ. ഓൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഓനെ സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി സ്പെഷ്യൽ ആക്കാൻ വേണ്ടി നമ്മളെ തേടി വന്നതാണ് കേട്ടോ. അപ്പോൾ വന്നപാട് തന്നെ നമ്മൾ കുറച്ച് അലക്കുലത്ത് പണിയെല്ലാം നടത്തിയിട്ട് എൻ്റെ മെയിൻ പണിയായ മേക്കപ്പിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെക്കൻ നമ്മളെ സ്വന്തം നാടായ കായംകുളത്തുനിന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓനൊരു പ്രവാസിയാണ്, പേര് അജ്മൽ. അതിലുപരി നല്ലൊരു നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ് കേട്ടോ. പറയാൻ കാരണം വേറൊന്നുമല്ല, നല്ലൊരു, അതായത് എപ്പോഴും നല്ല ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം. അത് മാത്രമല്ല, എനിക്ക് എൻ്റെ ആങ്ങളെയാണ് ഓർമ്മ വരുന്നത്. അതായത് ഒരു എതിരഭിപ്രായം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക അങ്ങനെയൊന്നും പറയുന്നില്ല. എന്നെ എന്തെങ്കിലും ചെയ്തൊന്ന് അടിപൊളിയാക്കി തന്നാൽ മതി, എനിക്ക് കല്യാണം കഴിക്കണമെന്ന് മട്ടിയിരിക്കുന്ന ഒരു അടിപൊളി ഒരു നിഷ്കളങ്കനായ ഒരു ചെറുക്കനാണ് കേട്ടോ. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ. അപ്പൊ എന്റെ ഒരു ചെങ്ങായി വഴിയാണ് അജ്മൽ നമ്മളെ തേടി വന്നത്. അപ്പൊ ഷോപ്പിൽ വന്നിട്ട് ഗ്രൂം പാക്കേജ് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അതിലൊരു പ്രീമിയം പാക്കേജ് തന്നെയാണ് അജ്മൽ തിരഞ്ഞെടുത്തത്. അപ്പൊ ഡേ ബൈ ഡേ ആയിട്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തു വന്നിട്ട് ഇന്ന് ആ ഫൈനൽ ഡേ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ നമ്മുടെ പരിപാടികൾ ആരംഭിച്ചിരിക്കുകയാണ്. എന്റെ നാട്ടിലൊരു പുഷ്പലത ചേച്ചി അവൻ എനിക്ക് തീരെ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓനോട് ചോദിച്ചിട്ട് ഓരോ കാര്യങ്ങളും ഓന്റെ സ്കിൻ ടോണിന് ചേരുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ ചെയ്തു തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ 1, 2, 3, 4 പറഞ്ഞു വരുന്ന വഴിക്കാണ് മനസ്സിലായത് ഓന്റെ പെങ്ങളുടെ എൻഗേജ്മെന്റിന് ഞാനായിരുന്നു കേട്ടോ ഒരുക്കിയത്. അങ്ങനെ എന്തായാലും നമ്മൾ ഹെയർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഓന് താടിക്ക് കുറച്ച് തിക്നെസ് ഇല്ലായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ ലെവലാക്കി അടിപൊളിയാക്കി സെറ്റാക്കി കൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെ ചെക്കൻ്റെ, അതായത് നമ്മളെ പുയ്യാപ്പിളയുടെ ഫൈനൽ ലുക്ക് ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം.